സ്ത്രീകൾക്കെതിരെ ജോലി സ്ഥലങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പരാതി പരിഹാരത്തിന് എല്ലാ തൊഴിലിടങ്ങളിലും പ്രത്യേക സംവിധാനം. നിയമം പാലിക്കാത്ത തൊഴിലുടമകൾക്ക് 50,000 രൂപ പിഴ. സ്ഥലം കൗണ്ടർപോയിന്റിലേക്ക് സ്വാഗതം. രാജ്യം ഒരിക്കൽ കൂടി സ്ത്രീകളെ ആദരിക്കുന്നു. അവർക്ക് നേരെയുള്ള ജോലി സ്ഥലങ്ങളിലെ അതിക്രമങ്ങൾക്ക് തടയിടാൻ ഇതാദ്യമായി കേന്ദ്ര മന്ത്രിസഭ നിയമം പാസാക്കിയിരിക്കുന്നു. പാർലമെന്റ് കൂടി പാസാക്കിയാൽ സ്ത്രീകൾക്ക് തുല്യത ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന നടപടിയായി അത് മാറും. പക്ഷേ ഇത്തരമൊരു നിയമം നടപ്പാക്കാൻ പര്യാപ്തമാണോ നമ്മുടെ നിയമപാലനത്തിന്റെയും നീതി നിർവഹണത്തിന്റെയും മറ്റ് ശാഖകൾ? ഒരു നിയമത്തിന് തനിച്ച് എന്ത് ചെയ്യാൻ കഴിയും? പ്രവർത്തകർ తెలుసు. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മഹിളാ കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് കെ ശൈലജ ടെലിഫോൺ ലൈനിലുണ്ട്. മാധ്യമപ്രവർത്തക ലീല മേനോൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. മെൻസ് വെൽഫെയർ അസോസിയേഷൻ നേതാവ് PR ഗോകുൽ തൃശൂരിൽ നിന്നും ചേരുന്നു. ആദ്യം ശ്രീമതി കെ ശൈലജ, സ്ത്രീകൾക്ക് നേരെ ജോലി സ്ഥലങ്ങളിൽ അരങ്ങേറുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് പര്യാപ്തമാകുമോ ഈ നിയമം? ഏത് നിയമവും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടൊരു നിയമം വരുന്നു എന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. കാര്യത്തിൽ ആ അർത്ഥത്തിൽ ഈ പുതിയ നിയമത്തെ സ്വാഗതം ചെയ്യുകയാണ്. നിയമത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് പൂർണ്ണമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയാനുള്ള നിയമം എന്ന പേരിൽ ഒരു നിയമം വരുമ്പോൾ സ്ത്രീ സമൂഹം ആകെ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇത്തരം നിയമങ്ങൾ നേരത്തെ ഇല്ലാതില്ല. പുതിയ നിയമത്തിൽ എന്ത് പരിഷ്കാരമാണ് വരുത്തുന്നത് എന്ന് നിയമത്തിന്റെ ഉള്ളടക്കം കണ്ടാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ തന്നെ വളരെ വ്യക്തമായി തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങളുണ്ട്. നിയമങ്ങൾ മാത്രമല്ല, വിശാഖ കേസ് വിധിയുടെ ഭാഗമായിട്ടൊരു സുപ്രീം കോടതിന്റെ ഓർഡർ തന്നെയുണ്ട്. അതായത് തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് പരാതി പറയുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും വേണ്ടി, അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സെൽ എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും ഉണ്ടാക്കണമെന്ന നിയമമുണ്ട്. അതനുസരിച്ച് ഓരോ പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ഫാക്ടറികളിലും എല്ലാം തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രത്യേക സമിതി തന്നെ രൂപം കൊണ്ടിട്ടുണ്ട്. ആ സമിതി അന്വേഷണം നടത്തി അവരുടെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയാവാം. വകുപ്പ് തലവന്മാർക്ക് സ്ത്രീകളെ ദ്രോഹിച്ചവർക്കെതിരായിട്ട് ശിക്ഷ വിധിക്കാൻ പോലും അധികാരമുണ്ട്. അതുകൂടാതെ ഇത് ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളൊക്കെ ആകുമ്പോൾ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നിലവിലുള്ള ക്രിമിനൽ നിയമം അനുസരിച്ച് തന്നെ നടപടിയെടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുന്നില്ല, അതൊന്നും ഫലത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് നിയമങ്ങൾ ധാരാളം ഉണ്ടാകുകയല്ല, ആ നിയമങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടങ്ങളും ക്രമീകരണങ്ങളും നമ്മുടെ രാജ്യത്തുടനീളം ഉണ്ടാവണം. ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്ന് തന്നെ പറയാം, സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനം അതിക്രൂരമാണ്. തൊഴിലിടങ്ങളിൽ പ്രത്യേകിച്ച് കേരളം ഒരുപക്ഷെ കുറച്ചുകൂടി വിജിലന്റ് ആണ്. മാധ്യമങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാം കുറെ കൂടി വിജിലന്റ് ആയതുകൊണ്ട് ഇത് നിയമത്തിന്റെ മുമ്പാകെ പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. പക്ഷെ പഴുതുകൾ ഉപയോഗിച്ച് പ്രതികൾ രക്ഷപ്പെടുകയാണ് സാധാരണ ചെയ്യുന്നത്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, നിയമം ഇല്ലാത്തതല്ല നമ്മുടെ തടസ്സം എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരമൊരു നിയമം വരുന്നത് സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഏറെ സഹായകരമാകും എന്ന് സംശയമില്ല. ഇതേ ആത്മവിശ്വാസം തന്നെ ഗാർഹിക പീഡന നിരോധന നിയമം നടപ്പിൽ വന്നപ്പോഴും രാജ്യത്തെ സ്ത്രീകൾക്ക് ഉണ്ടായതായിരുന്നു. പക്ഷേ ആ നിയമം നടപ്പാക്കിയതിലെ പ്രായോഗികത എത്ര കണ്ട് അവരെ ആ ആത്മവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി. ഇന്നും ഗാർഹിക പീഡനത്തിന് അറുതി വന്നിട്ടുണ്ടോ? ആദ്യം തന്നെ ഇന്ത്യ രാജ്യത്തെ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമത്തെ സ്വാഗതം ചെയ്യുകയാണ്. അത് കേന്ദ്ര മന്ത്രിസഭയിൽ പാസാക്കിയിട്ടുള്ള മന്ത്രിസഭയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ശൈലജ ടീച്ചറോട് സൂചിപ്പിച്ചതുപോലെ വൈശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന കേസിന്റെ സുപ്രീം കോടതി കൊണ്ടുവന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആണ് ഇന്ന് സംസ്ഥാന സർക്കാരുകളടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നിയമത്തിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബില്ലിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുമേഖലയിലും അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്വകാര്യ മേഖലയിലും അതോടൊപ്പം അസംഘടിത മേഖലയിലും ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയും പരിരക്ഷയും ഉറപ്പാക്കുന്ന ഒരു ബില്ലാണ് ഇന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായും ഇത് അങ്ങേയറ്റം എടുത്തു പറയേണ്ട ഒരു ബില്ലാണ്. നിയമങ്ങളുടെ കുറവ് കൊണ്ടല്ല, നിയമങ്ങളുടെ പ്രയോഗവൽക്കരണത്തിലാണ് പ്രശ്നമെന്ന് പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ് എന്നാണ് എന്റെയും അഭിപ്രായം.
നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സ്ത്രീധന നിരോധന നിയമം വന്നിട്ട് എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ തെറ്റായിട്ടുള്ള ഈ നാട്ടില് സ്ത്രീധനം ഇന്നും ഒരു ചടങ്ങ് പോലെ കൺമുൻപിൽ കൊടുക്കുമ്പോൾ ആ നിയമത്തിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. ഗാർഹിക പീഡന സംരക്ഷണ നിയമം കൊണ്ടുവന്നത് തന്നെ ഗൃഹാന്തരീക്ഷത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളെ രക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ്. അപ്പോൾ അതും ഒരു പരിധിവരെ നന്നായി നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ കഴുതുകൾ അടച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകേണ്ടതായിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നത്തില് ഇവിടെ പ്രത്യേകമായി പറയുന്ന ചില കാര്യങ്ങൾ കോളേജ് വിദ്യാർത്ഥിനികളും സർവകലാശാലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അടക്കമുള്ളവരും അതുപോലെ പല സ്ഥാപനങ്ങളിലെയും ഇടപാടുകാരായി എത്തുന്ന സ്ത്രീകളെ അടക്കം ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇത് പരാതി നൽകി കഴിഞ്ഞാൽ 90 ദിവസത്തിനകം ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കണമെന്നും ആ അന്വേഷണത്തിന്മേൽ 60 ദിവസത്തിനകം നടപടിയെടുക്കണമെന്നും അതല്ല എങ്കിൽ തൊഴിലുടമകള് പിഴയടക്കണമെന്നടക്കം വ്യവസ്ഥ ചെയ്യുന്ന ഒരു നിയമമാണ്, ഒരു ബില്ലാണ് ഇന്ന് കേന്ദ്രമന്ത്രിസഭ പാസാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് യഥാവിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരുകളടക്കം മുൻകൈ എടുക്കേണ്ടതായിരിക്കുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷെ ഗാർഹിക പീഡന നിരോധന നിയമം നടപ്പിലായപ്പോഴും അതിന്റെ ഉത്തരവാദിത്തം നമുക്ക് ആരോപണ വിധേയരാകുന്നവരുടെ അവരെ ശിക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഉത്തരവാദിത്തത്തിൽ മറ്റാരും ഉണ്ടാകുന്നില്ല. അതൊരു വീട്ടിനകത്ത് നടക്കുന്ന ഒരു അതിക്രമം എന്ന നിലയിൽ അതിന്മേൽ മറ്റൊരാൾക്ക് ഉത്തരവാദിത്തം ഏൽക്കാനില്ല. പക്ഷെ ഒരു സ്ഥാപനത്തിലാകുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ഉടമയെ, തൊഴിലുടമയെ കൂടി ഉത്തരവാദിത്തത്തിൽ കൊണ്ടുവന്നുകൊണ്ടുള്ളതാണ് ഇപ്പോഴത്തെ നിയമം. അത് ആ പ്രായോഗികത വർദ്ധിപ്പിക്കുന്നത്, നിയമം നടപ്പിലാക്കുന്നതിലേക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നുണ്ടോ, അത് മറ്റു നിയമങ്ങൾ നേരിട്ട നിസ്സഹായാവസ്ഥയിൽ നിന്ന് അതിനെ മോചിപ്പിക്കുന്നുണ്ടോ? നിയമം വളരെ സാധാരണമാണ്. ഷാനിമോളും ശൈലജ ടീച്ചറും പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ഇപ്പോ ഇന്ത്യയിലെ സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് നിയമം ഇല്ലാത്തതല്ല പ്രശ്നം. ശരിക്കും ഈ നിയമങ്ങൾ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു പ്രധാന കാരണം സ്ത്രീകൾ തന്നെയാണ്. ഇപ്പൊ ഗാർഹിക പീഡന നിയമമുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാനായിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് വളരെ വളരെ കുറവായിരുന്നു. ഇപ്പൊ അത് കൂടി, ഇപ്പൊ ഒരു വ്യത്യാസം വന്നു എന്നുള്ളത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തൊഴിലുടമകളിലെ സ്ത്രീകളുണ്ട്. ഞാൻ തൊഴിലേക്ക് മുതൽ റിപ്പോർട്ട് ചെയ്തതാണ് എന്നുള്ളത്. ഇതിന്റെ ഒരു നമുക്കെതിരെ ഒരു അക്രമം വരികയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ സ്ത്രീകൾ ഭയപ്പെടുന്ന എന്താ കാരണം എന്ന് വെച്ചാണെങ്കിൽ അവർക്ക് ഈ പ്രൊമോഷനൊക്കെ അത് ബാധിക്കും. അവരുടെ കോൺഫിഡൻഷ്യൽ റെക്കോർഡിലെ എൻട്രി വരുന്നുള്ള പേടിയുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം ഈ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ പോലും അവർക്കെതിരെ തിരിയും എന്നുള്ളതാണ്. ഞാനിത് ഒരു ജീവൻ ടിവിയിലെ ഒരു ചാറ്റ് ഷോ ചെയ്തിരുന്ന ഒരു സ്ത്രീ ഈ കാലത്തും ഭീകരന്മാരുണ്ട് എന്ന് പറഞ്ഞ് ടിവിയിലെ ചാറ്റ് ഷോയിൽ പറഞ്ഞു. അതിനെതിരെ അവരുടെ കൊലീഗ് പറഞ്ഞ ആ സ്ത്രീക്ക് ഭ്രാന്താണെന്ന്. അപ്പൊ അവനവന്റെ സഹപ്രവർത്തകർ തന്നെ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യുന്ന സ്ത്രീയുടെ നേരെ തിരിയും എന്നുള്ളത് ഒരു വാസ്തവമാണ്. പിന്നെ അഥവാ ഒരു സ്ത്രീ കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ അത് അവളുടെ എന്തോ തകരാറ് കൊണ്ടാണ് അവർക്കെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നത് എന്നുള്ള തരത്തിലാണ് സമൂഹം അതിനെ കാണുന്നത് പോലും. അപ്പൊ ഇത് ഇങ്ങനെയുള്ള സാമൂഹ്യ പരിമിതികളുടെ ഇടയിൽ നിന്നിട്ടാണ് ഈ നിയമം വന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ സ്വാഗതം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിപ്പോ പണ്ടത്തെ കാലത്ത് തൊഴിലിടങ്ങൾ എന്ന് പറയും, ഇപ്പൊ ഇത് അസംഘടിത മേഖലയിൽ വരുന്നുണ്ട്. പിന്നെ ഇടപാടുകാരായിട്ട് വരുന്ന സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, വിദ്യാർത്ഥികൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ പരിധി, അതിന്റെ വ്യാപ്തി വർദ്ധിച്ചു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇത് ഉപയോഗിക്കാനായിട്ട് സ്ത്രീകൾ തയ്യാറാവണം. പിന്നെ ഇങ്ങനെ ഇതുപോലെയുള്ള പരിമിതികളെ നിലനിർത്ത തന്നെ ഇവരിതിന് വരണം. പിന്നെ മൂന്നാമതൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്.